നമസ്കാരം. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിൻ്റെ പുതിയ ധനനയ പ്രഖ്യാപനം. പലിശ നിരക്ക് 5.25% തുടരും. EMI തുക ഉയരില്ലെന്നതിനാൽ ഭവന വാഹന വായ്പ ഉൾപ്പെടെ വിവിധ വായ്പകൾ എടുത്ത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇത് ആശ്വാസമാകുകയാണ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്തുന്നതിനുള്ള നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. അതേസമയം പൊതുമേഖലാ ഇൻഷുറൻസ് ഭീമനായ LICയുടെ 6.5% ഓഹരികൾ കൂടി വിറ്റഴിക്കുന്നതിനുള്ള നടപടികൾക്കും തുടക്കമായിരിക്കുകയാണ്. ഇതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശമിക്കുമെന്ന പ്രതീക്ഷകൾ ഉയരുന്നതിനിടെയും പശ്ചിമേഷ്യയിൽ ഹൂതി ആക്രമണങ്ങൾ തുടരുന്നത് ആഗോള വിപണികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിൻ്റെ ധനനയ പ്രഖ്യാപനം. പലിശ നിരക്ക് 5.25% തുടരും. EMI തുക കൂടുതലതിനാൽ വായ്പ എടുത്തവർക്ക് ആശ്വാസമാണ് ഈ തീരുമാനം. നിലവിലെ ന്യൂട്രൽ പോളിസി നിലപാട് തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സാമ്പത്തിക വർഷത്തിലെ പണപ്പെരുപ്പ പ്രവചനം 5.1% നിന്നും 5% കുറച്ചു. രണ്ടാം ഭാഗത്തിൽ പണപ്പെരുപ്പം 4.7% കുറയുമെന്നാണ് വിലയിരുത്തൽ. മൂന്നാം ഭാഗത്തിൽ 5.9%, നാലാം ഭാഗത്തിൽ 5.5%, 2027-28 ആദ്യ പാദത്തിൽ 5.3% പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം 6.6% നിന്നും 6.7% RBI ഉയർത്തി. വാണിജ്യ ബാങ്കുകളുടെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ മൂലധന പ്രാപ്തി, ആസ്തി, ഗുണനിലവാരം, ലാഭക്ഷമത എന്നിവ മികച്ച നിലയിലാണ്. ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ചെറിയ മന്ദഗതി പ്രകടമാണെങ്കിലും സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും ഭദ്രമാണെന്നും RBI വ്യക്തമാക്കി. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെൻറ്റുകൾക്ക് ഫീസ് ഈടാക്കാൻ നീക്കം. ഉയർന്ന തുകയുടെ ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്നും ഫീസ് ഈടാക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. വരും കാലങ്ങളിൽ ആവശ്യമെങ്കിൽ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു നിയമപരമായ ചട്ടക്കൂടാണിത്. അന്തിമ തീരുമാനം വരുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ UPI ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമായി തുടരും. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് 0.3 മുതൽ 0.5% വരെ MDR ചുമത്തുക എന്നതാണ് പരിഗണനയിലുള്ള നിർദ്ദേശം. പ്രതിവർഷം 1.5 കോടി രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് മാത്രമായിരിക്കും ഈ ചാർജ് ബാധകമായേക്കുക. അതായത് സാധാരണ ഉപഭോക്താക്കൾക്ക് അധിക ചാർജ് നൽകേണ്ടി വരില്ല. ചെറുകിട വ്യാപാരികൾക്ക് തുടർന്നും സൗജന്യമായി UPI ഇടപാടുകൾ നടത്താൻ സാധിക്കും. പൊതുമേഖലാ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ LICയുടെ 6.5% ഓഹരികൾ കൂടി വിറ്റഴിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. ഓഫർ ഫോർ സെയിൽ രീതിയിൽ കേന്ദ്ര സർക്കാരാണ് ഓഹരികൾ വിറ്റഴിക്കുന്നത്. 2.5% ഓഹരികൾ വിൽക്കുകയാണ് ലക്ഷ്യമിടുന്നതെങ്കിലും കൂടുതൽ ആവശ്യക്കാരെത്തിയാൽ ഹോഴ്സ് ഷൂ ഓപ്ഷൻ രീതിയിൽ മറ്റൊരു 4% ഓഹരികൾ കൂടി നൽകാനാണ് തീരുമാനം. ഇതിൻ്റെ ഭാഗമായി നിക്ഷേപക സ്ഥാപനങ്ങൾക്കും വൻകിട നിക്ഷേപകർക്കുമുള്ള ഇഷ്യൂ ചൊവ്വാഴ്ച നടന്നു. ചെറുകിട നിക്ഷേപകർക്ക് ബുധനാഴ്ച അപേക്ഷിക്കാം. ഓഹരി ഒന്നിന് 382 രൂപ അടിസ്ഥാന വിലയിട്ടാണ് OFS ഇഷ്യൂ. ഇറാനും US തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പരിഹാരമാകുന്ന റിപ്പോർട്ടുകൾക്കിടയിൽ വിപണിയിൽ ആശങ്കയായി പശ്ചിമേഷ്യയിലെ ഹൂതി ആക്രമണങ്ങൾ. ഹോർമൂസ് തുറക്കാൻ നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇറാനും US സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ചെങ്കടലിൽ ഇന്ത്യൻ കപ്പലിന് നേരെ അടക്കം നടന്ന ഹൂതി ആക്രമണങ്ങളാണ് ആശങ്കയുണർത്തുന്നത്. US ഒഴിവാക്കി പാകിസ്ഥാൻ അടക്കമുള്ള മധ്യസ്ഥരുമായി ഇറാൻ നടത്തുന്ന ചർച്ചകളും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ്. ഇറാൻ പക്ഷത്തു നിന്നും പ്രവർത്തിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് പാകിസ്ഥാനെ US മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണിത്. അതിനിടെ ഹോർമൂസ് തുറക്കാനുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ഇറാനും US വീണ്ടും വെടിനിർത്തൽ കരാറിലെത്തി തുടർ ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള വഴി ഒരുങ്ങുന്ന നീക്കമാണിത്. ഇറാൻ ഹോർമൂസിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നൽകുന്ന രീതിയിലായിരിക്കും ഇടക്കാല കരാറെന്നും അറിയുന്നു. ഹോർമൂസിലൂടെ പശ്ചിമേഷ്യയിലേക്ക് വരുന്ന കപ്പലുകൾ ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെയായിരിക്കും ഇനി മുതൽ കടന്നു പോവുക. തിരിച്ചുള്ള കപ്പലുകൾ ഒമാനോട് ചേർന്ന പാതയിലൂടെ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ. 60 ദിവസത്തേക്ക് ടോൾ ഈടാക്കില്ല. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇറാനും ഒമാനും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിവരങ്ങൾ ഔദ്യോഗികമായി ഇരുവിഭാഗവും സ്ഥിരീകരിച്ചിട്ടില്ല.
ഇൻഷുറൻസ് എടുക്കാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുതെന്ന് സുപ്രീം കോടതി. പൈലറ്റ് പ്രൊജക്റ്റായി ഇത് നടപ്പാക്കാനാണ് നിലവിലുള്ള നിർദ്ദേശം. മോട്ടോർ വാഹന നിയമപ്രകാരം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇത് എടുക്കാത്തവർക്കാണ് ഇന്ധനം നൽകരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗതാഗത മന്ത്രാലയവുമായി ചർച്ച നടത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി കൊണ്ടുവരുന്നത് ആലോചിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നിരത്തിലോടുന്ന വാഹനങ്ങൾ തമ്മിൽ വയർലെസ് സംവിധാനത്തിലൂടെ വിവരങ്ങൾ കൈമാറുന്ന വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിൽ 2028 നിർബന്ധമാക്കാൻ നീക്കം. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വഴിതെളിക്കുന്നതാണ് നീക്കം. പദ്ധതി നടപ്പാക്കുന്നതോടെ റോഡ് സുരക്ഷയ്ക്കായി നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന US, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം 2028 ഒക്ടോബർ മുതൽ പുറത്തിറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് ഘട്ടം ഘട്ടമായി V2V നടപ്പാക്കാൻ നിർദ്ദേശിച്ച ഒരു കരട് വിജ്ഞാപനം പുറത്തിറക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2028 ഒക്ടോബർ 1 അതിനുശേഷമോ നിർമ്മിക്കുന്ന LMN വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ പുതിയ വാഹനങ്ങൾക്കും V2V സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് കരട് വിജ്ഞാപനത്തിൽ പറയുന്നു. നീറ്റ് PG പ്രവേശന സംവിധാനത്തിൽ വിശദമായ ആഭ്യന്തര ഓഡിറ്റ് നടത്തുന്നതിനായി ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. നീറ്റ് PG 2025 കട്ട് ഓഫ് പെർസെൻറ്റേജ് കുത്തനെ കുറച്ച നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ഈ കാര്യം ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചിനെ അറിയിച്ചത്. കഴിഞ്ഞ ജൂലൈ 23 DGHC തലവനായി 12 അംഗ സമിതിക്ക് സർക്കാർ രൂപം നൽകിയത്. നിലവിലുള്ള നീറ്റ് പ്രവേശന രീതിയിലെ പോരായ്മകൾ കണ്ടെത്തുക, ഓഡിറ്റിങ്ങിനായുള്ള കൃത്രിമമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുക, പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നിവയാണ് സമിതിയുടെ ചുമതലകൾ. റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് സുപ്രീം കോടതി 8 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കൂടാതെ നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികളെയും സമിതിയിൽ ഉൾപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നീറ്റ് PG പ്രവേശനത്തിനുള്ള കട്ട് ഓഫ് മാർക്ക് വലിയ തോതിൽ കുറച്ചത് ബിരുദാനന്തര മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. 3 മരുന്നുകളെ കാർസിനോജനിക് പട്ടികയിൽ ഉൾപ്പെടുത്തി ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഏജൻസി. രക്തസമ്മർദ്ദത്തിനും ഫംഗൽ അണുബാധകൾക്കും അവയവദാന സമയത്ത് നൽകുന്ന മരുന്നുകളെയാണ് ക്യാൻസറിന് കാരണമാകുന്ന ഗ്രൂപ്പ് 1 പട്ടികയിൽ IARC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇത് അപകട സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമാണെന്നും ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകളായതിനാൽ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ അവ നിർത്തരുതെന്നും IARC വ്യക്തമാക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന ഹൈഡ്രോക്ലോറോതിയോസൈഡ്, ഫംഗൽ അണുബാധയ്ക്കുള്ള വോറിക്കോണോസോൾ അവയവം സ്വീകരിച്ചതിന് ശേഷം അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഡാക്ട്രോണിമസ് എന്ന ഇമ്മ്യൂണോപ്രസന്റ് എന്നിവയാണ് കാർസിനോജനിക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KSRTCയുടെ AI പവേർഡ് വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം ഓഗസ്റ്റ് 6 നിലവിൽ വരും. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിംഫണി ഹാളിൽ വ്യാഴാഴ്ച രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനവും നവീകരിച്ച കൊറിയർ സംവിധാനവും നിലവിൽ വരും. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളുടെ ഭാഗമായി യാത്രക്കാർക്ക് വേഗത്തിലും ലളിതമായും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളിലെ പുതിയ ചുവടുവെപ്പാണിത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഗ്രാമിന് 160 രൂപയും പവന് 1280 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,360 രൂപയായും പവന് 1,06,880 രൂപയായും ഉയർന്നു. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10,980 രൂപയും പവന് 87,840 രൂപയുമായി. വെള്ളി വിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 240 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാകുന്നു. നമസ്കാരം.